ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. വേറെ കുറച്ച് ക്ലാസ്സസ് കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇത് മാത്രം ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അപ്പോൾ ചില ആളുകളൊക്കെ രാവിലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു സെക്കൻഡറി ആയിട്ട് കാണും. മേ ബി ഇത് ഞാൻ ഒരു ടൈമിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കണ്ടേ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അല്ലാണ്ട് ഇത് വന്ന് ഇത് നോക്കി ചെയ്യാന്നുള്ള ലെവലിൽ ഒരിക്കലും നിങ്ങൾ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കണ്ട. ഇതെപ്പോഴും ഒരു സെക്കൻഡറി, ഒരു റെഫറൻസ് ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. മാക്സിമം ഞാൻ നോക്കാം. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി കുറച്ച് എൻഗേജ്ഡ് ആണ്, കുറച്ച് ബിസി ആയതുകൊണ്ട് ടൈമിലൊക്കെ കുറച്ച് ഡിലേസ് കാര്യങ്ങൾ വരാം. ഓക്കെ, എന്നിരുന്നാലും ആ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് മാക്സിമം നോക്കിയിട്ട് സെറ്റ് ആയിട്ട് കൊണ്ടുപോകാം. ഇന്നലെയും വീഡിയോ അപ്ലോഡ് ആവാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഓക്കെ, തിരക്കായതുകൊണ്ടാണ്. മാക്സിമം നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ അത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ടൈം ടു ടൈം ആയിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മൾ ഗോൾഡിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓൾറെഡി ഗോൾഡ് സെല്ലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ഏഷ്യൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 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 ഓക്കെ, ഏഷ്യ റേഞ്ച് ഇതായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്നൊക്കെ ഈ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെല്ല് എടുക്കാന്നുള്ള പ്ലാനിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയാസിനൊക്കെ ലിക്വിഡിറ്റി ആക്കിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തില്ല, അങ്ങോട്ടൊന്നും മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മാർക്കറ്റ് എത്താണ്ട് അവിടെ ടച്ച് ചെയ്യാണ്ട് പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലോനെ മാർക്കറ്റ് കൺഫേം ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നിന്നൊക്കെ കൗണ്ടർ എൻട്രീസ് കയറി പോയിട്ടുണ്ടോ? കാരണം ഞാൻ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ഒരു ലോനെ സ്വീപ്പ് ചെയ്യാൻ മാർക്കറ്റ് ചാൻസ് ഉണ്ട് അല്ലെ. ലോനെ സ്വീപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ കണ്ടോ, മാർക്കറ്റ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. പക്ഷെ കൗണ്ടർ എൻട്രി ആണ്, ബൈയിങ്ങിനുള്ളത് കൗണ്ടർ ആണ്. അപ്പൊ ആ ലെവലിലാണ് ട്രേഡ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻലി എക്സ്പെക്ട് ചെയ്യുന്നത് സെല്ലാണ്. അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, then അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ലോ കൺഫേം ആയി, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇതാണ് കറന്റ് ഉള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ഇവിടുന്ന് ഇങ്ങോട്ട് പോകാം. ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇതൊക്കെ ഈ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇതിനെ സ്വീപ്പ് ചെയ്ത് ഇവിടുന്ന് എന്ത് ചെയ്യാം, മാർക്കറ്റ് തിരിച്ച് സെല്ലിലോട്ട് വരാന്നുള്ളതാണ് ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ മേ ബി ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് താഴത്തോട്ടും സ്വീപ്പ് ആയതുകൊണ്ട് തന്നെ, കണ്ട എത്ര സ്ട്രക്ചറേഷന്റെ ലോ ഒക്കെ സ്വീപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു കൗണ്ടർ ട്രേഡിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വന്ന് റിയാക്ഷൻസ് തരികയാണ്, 1 മിനിറ്റിലൊക്കെ ചേഞ്ച് തരികയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടർ പിടിച്ചിട്ട് മാർക്കറ്റിൽ ബൈ കയറ്റി കൊണ്ടുപോകാം. ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഏരിയ ആണ്. പക്ഷെ ഈ ഒരു റേഞ്ച് മിക്കവാറും എന്ത് ചെയ്യും, സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത്ര സ്ട്രോങ് ഏരിയ അല്ല, ഇത് ലിക്വിഡിറ്റി ആക്കി എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ റിസ്ക് കുറച്ച് കൺഫർമേഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു കൗണ്ടർ എൻട്രി ആയിട്ട്, പുൾ ബാക്ക് എൻട്രി ആയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിൽ ബൈ പിടിച്ചു പോവാം. ദെൻ മെയിൻ ട്രേഡ് ആയിട്ടുള്ള ഈ ഒരു സെല്ല് പിടിച്ചു പോവാം. ഓക്കെ, കാരണം ഫോർവേഡിൽ നമുക്കറിയാം പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തു, ഒരു കുറച്ച് താഴത്തോട്ട് വരാനുണ്ട് മാർക്കറ്റ് അല്ലെ. താഴത്തോട്ട് വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, കയറി പോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഏരിയ എന്തായാലും കുറച്ച് നോക്കുക. കാരണം 15 മിനിറ്റ്സിൽ ഇവിടെയുള്ള ഇത്രയും ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. മേ ബി ഇവിടുന്ന് ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നല്ല ഇന്റർണൽസ് തന്ന് ബൈ, സ്ട്രോങ് ബൈയിങ് മൊമെന്റ് ആണെങ്കിൽ പിന്നെ ഇവിടെ പോയിട്ട് ഡയറക്റ്റ് സെല്ല് എടുക്കാനും നിൽക്കരുത്. ഇവിടുന്ന് മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. ചിലപ്പോൾ മേ ബി 4 അവർ അപ്രണ്ടിൽ ആയതുകൊണ്ട് തന്നെ, ഇന്റർണൽ ബൈയിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു കൗണ്ടർ ബൈ കിട്ടുകയാണെങ്കിൽ നോക്കാം. ദെൻ ഇവിടുന്ന് കൺഫർമേഷൻ നോക്കിയിട്ട് സെല്ല് നോക്കാം. നല്ല ബൈ മൊമെന്റ് ആണെങ്കിൽ സെല്ല് ഒഴിവാക്കുക. ദെൻ ആ ഒരു ബൈയിന്റെ കൺഫർമേഷൻ പിടിച്ചിട്ട് തന്നെ മേലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മളെ ബൈയിങ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോൾഡിൽ കാണുന്നത്. ഓക്കെ, ദെൻ GBP/USD. ഓക്കെ, GBP/USD നമ്മൾ ഐ തിങ്ക് മേലെ ആയിരുന്നു, ഈ ഒരു ഏരിയ ആയിരുന്നു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് പണ്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ ഏരിയാസ് ആയതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡിറ്റി ആക്കി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പണ്ടുണ്ടായിരുന്നു അല്ലെ. അതും ക്ലിയർലി മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഇത് ലിക്വിഡിറ്റി ആക്കി ഒന്നും എടുത്തില്ല. ക്ലിയർലി ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഏഷ്യന്റെ ഹൈയിൽ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങി അല്ലെ. താഴത്തോട്ട് ഇറങ്ങി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ലോവർ ഡൗൺ ട്രെൻഡിലാണ് അല്ലെ. ഇവിടെ മാർക്കറ്റിൽ ഇവിടെ ഒന്നും ലോവർ ലോ കൺഫേം ആയില്ല, ഇവിടെയാണ് ലോവർ ലോ കൺഫേം ആയിട്ട് നിൽക്കുന്നത് അല്ലെ. സോ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ ആണ്. ഇപ്പൊ മാർക്കറ്റ് എന്തിലാണ്, പുൾ ബാക്കിലാണ് നിൽക്കുന്നത്. പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടുന്ന് കൗണ്ടർ ആയിട്ട് നോക്കാം. ദെൻ മെയിൻലി നമ്മൾ സെല്ലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ സെല്ലിനുള്ളതും ഇതിന്റെ മേലുള്ള ഈ ഒരു 15 മിനിറ്റ് ഏരിയ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 15 മിനിറ്റിന്റെ വലിയ ഏരിയ, അപ്പൊ വൈഡ് ഏരിയ ആണ്. നമ്മൾ അത് എന്ത് ചെയ്യും, 5 മിനിറ്റിലോട്ട് ഒക്കെ നോക്കിയിട്ട് റിഫൈൻ ചെയ്ത് പ്രോപ്പർ ഇംബാലൻസ് ഉള്ള, അല്ലെങ്കിൽ 1 മിനിറ്റിലൊക്കെ പ്രോപ്പർ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ എന്ത് ചെയ്യും, പിടിക്കും. ഫ്രഷ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ മാത്രം അവിടുന്ന് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഹാഫിലുള്ള ഈ ഒരു ഏരിയ ഒക്കെ എന്താണ്, കുഴപ്പമില്ലാത്ത ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ആണ്. അപ്പൊ അവിടുന്നൊക്കെ നമ്മളൊരു കൺഫർമേഷൻ എൻട്രി എന്ത് ചെയ്യാൻ നോക്കാം, 15 മിനിറ്റ് വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എൻട്രി ആണ്. പുൾ ബാക്ക് എൻട്രി നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ആയിട്ട് എന്ത് ചെയ്യാം, എടുത്ത് ഡിസ്കൗണ്ടിന്റെ ഇതുവരെയൊക്കെ പോകാം, റിസ്ക് കുറച്ചിട്ട് എടുക്കാം. ദെൻ മെയിൻ എൻട്രി ആയിട്ടുള്ള ഈ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാം, GBP/USD നോക്കാം. ഓക്കെ, ദെൻ യൂറോ യു എസ് ടിയിൽ നമ്മൾ ഇവിടെ ആയിരുന്നു ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയനും കൂടെ ലിക്വിഡിറ്റി ആക്കി എടുത്ത് ഈ ഒരു ടോപ്പിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങുന്നുള്ളായിരുന്നു. പക്ഷെ അവിടെ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, അവിടെ നിന്നൊക്കെ റിയാക്ഷൻ തന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോലും എത്താണ്ട് തിരിച്ച് എന്ത് ചെയ്തു, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നിട്ട് താഴത്തോട്ട് വന്നു അല്ലേ. ഇപ്പോഴത്തെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ ആണ്. സ്വിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയാസ് ആണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുന്നത് സെല്ലിംഗ് പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നത്. സെല്ലിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും പ്രോപ്പർ ഏരിയ അല്ല, ഇതൊക്കെ എന്താണ്, ഒരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാനാണ് ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എൻട്രീസ് കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഇവിടുന്ന് ബൈ ചാൻസ് മാർക്കറ്റ് എവിടുന്നെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ പിടിച്ചിട്ട് പോരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു 50 മിനിറ്റ്സിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഏരിയ ആണ്, സ്ട്രോങ് ആണ്, ഇവിടുന്ന് നോക്കാം. അപ്പൊ ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഇനി മാർക്കറ്റ് നല്ല ബൈ മൊമെന്റ് ആണെങ്കിൽ മേ ബി ഇതിനും കൂടെ സ്വീപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, ഞാനൊരു 80% കാണുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഇവിടുന്ന് നല്ല ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ട്രേഡ് നോക്കാം. ഇവിടുന്ന് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് ഈ ഒരു ട്രേഡും കൂടെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഇതിൽ തന്നെയാണ് മോസ്റ്റ്ലി കാണുന്നത്, കാരണം അത്യാവശ്യം ലിക്വിഡിറ്റീസ് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് മാർക്കറ്റിന് ഫാൾ ആവാനുള്ള ഓർഡേഴ്സുകൾ ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ യൂറോ/USD നമ്മൾ ഇന്ന് കാണുന്ന പ്ലാന്. ദെൻ GBP/USD കാണുന്ന പ്ലാന് നമുക്ക് ഈ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ ഗോൾഡിൽ നമ്മൾ കാണുന്നത് കൗണ്ടർ ആയിട്ടുള്ള ഒരു ബൈ എൻട്രി ഉണ്ട്, ദെൻ മെയിൻ ആയിട്ടുള്ള സെൽ എൻട്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തുകൊണ്ട് മേ ബി ഒരു ബൈ പിടിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്ട്രീം ഹൈനെ സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസും കാണുന്നുണ്ട്. അപ്പോൾ ബൈ ആണ് കുറച്ച് റിസ്ക്, ഇത് കൗണ്ടർ എൻട്രി ആണ്. രണ്ട് മാർക്കറ്റ് ബിഹേവിയർ നോക്കിയതിനനുസരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നലെ പ്രോപ്പർ എൻട്രീസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇന്ന് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.